എല്ലാവർക്കും സംഘസമിതിയുടെ ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 28-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയോം സർ. പഹനാവതു പഹനൗ പുനഃതു പഹവീര്യം ഗർവാവഹൈ തേജസ്വിനാവധീതം സ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതു. ആദരണീയരായ എല്ലാ പിതാക്കൾക്കും വിനീതമായിട്ടുമാണ്. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിലെ 28-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം എടുക്കുന്നു. സ്ഥിതം വ്രജന്തമാഫീനം ശയാനം വാ ഗുഹാശയം പ്രേക്ഷണീയേ ഹിതം ധ്യായത് ശുദ്ധഭാവേന ചേതസാം. ധ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 6-7 ശ്ലോകത്തിൽ ഒന്നിച്ച് എങ്ങനെയുള്ള സ്വരൂപത്തെയാണ്, ഭഗവത് സ്വരൂപത്തെ കേശാദിപാദം ഒന്ന് വർണ്ണിച്ചു. അങ്ങനെയുള്ള ആ സ്വരൂപത്തെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനിയും ആ സ്വരൂപത്തെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില ഭേദങ്ങളെ കുറിച്ച് കൂടി സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ശയാനം കിടക്കുന്നവനെ ആയിട്ട് ധ്യാനിക്കാം. സ്ഥിതം സ്ഥിതി ചെയ്യുന്നവനെ, ഒരിടത്തിരിക്കുന്നവനെ ആവാം. വ്രജന്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനെ ആവാം. ആഫീനം ഇരിക്കുന്നവനെ ആവാം. ശയാനം കിടക്കുന്നവനെ ആവാം. വാ ഗുഹാശയം എല്ലാ ജീവജാലങ്ങളിലെയും ഹൃദയഗുഹയിൽ ശയിക്കുന്നവനായ ആത്മചൈതന്യ സ്വരൂപനായും ധ്യാനിക്കാം. പ്രേക്ഷണീയ ഈഹിതം, കാണാൻ ഇമ്പമുള്ള ഈഹിതം ചേഷ്ടകൾ, ലീലകളോട് കൂടിയ ഏതെങ്കിലും ഒരു ചേഷ്ടയെ ധ്യാനിക്കാം. ഇപ്പൊ കാളിയമർദ്ദനം, അല്ലെങ്കിൽ രാസക്രീഡ, ഇങ്ങനെ, അല്ലെങ്കിൽ യശോദ കൈകൊണ്ട് പിടിച്ച് വാ തുറക്കാൻ പറയുന്നത്, ഇങ്ങനെ ഒത്തിരി ഭാവങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിനെ മനസ്സിൽ എന്ത് ചെയ്യണം? ധ്യാനിച്ചുറപ്പിക്കണം. അപ്പൊ മുമ്പ് പറഞ്ഞ നെറ്റിത്തളം മുതൽ അല്ലെങ്കിൽ മുടി മുതൽ പാദം വരെയുള്ള, പാദസരം വരെയുള്ള ഓരോരോ അവയവങ്ങളെ ധ്യാനിച്ച് ഉറപ്പിക്കൽ മാത്രമല്ല, ഹൃദയത്തിന്റെ മധ്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സ്വരൂപത്തെ ധ്യാനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഏതെങ്കിലും പ്രവൃത്തികളെ ആയാലും മതി, സ്ഥിതിഭേദങ്ങൾ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏതെങ്കിലും സ്ഥിതിഭേദങ്ങളെ കുറിച്ചാവാം, ഏതെങ്കിലും പ്രവൃത്തികളെ കുറിച്ചാവാം. ഇപ്പൊ പൂതനാമോക്ഷത്തിലെ കൃഷ്ണൻ, ശകടാസുരസത്തെ കൃഷ്ണൻ, അല്ലെങ്കിൽ നളകൂപര മണിഗ്രീവന്മാരെ ശിക്ഷിക്കുന്നവനായ കൃഷ്ണൻ എന്നിങ്ങനെ എത്രയോ സംഭവകഥകളുണ്ട്. അതിൽ ആവാം സ്ഥിതം, അല്ലെങ്കിൽ വ്രജന്തം സഞ്ചരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന കൃഷ്ണനാവാം. ആഫീനം ഒരിടത്ത് ഉറച്ചിരിക്കുന്ന കൃഷ്ണനാവാം. ശയാനം കിടക്കുന്നവനായ കൃഷ്ണനാവാം. അല്ലെങ്കിൽ എല്ലാ സകല ജീവജാലങ്ങളുടെയും ഹൃദയഗുഹയിൽ ശയിക്കുന്നവനായ ആ ഭഗവത് സ്വരൂപത്തെയും ധ്യാനിക്കാം. പ്രേക്ഷണീയ ഈഹിതം ധ്യായേത് ശുദ്ധഭാവേന ചേതസ, ശുദ്ധഭാവമുള്ള ചേതസോടെ ധ്യാനിക്കേണ്ടതാണ്. ശുദ്ധഭാവമായ ചേതസ് ഫലാകാംക്ഷയില്ലാത്ത മനസ്സ് എന്നർത്ഥം. ശുദ്ധമായ ഭാവന അവിടെ എന്തില്ല? ഫലം എന്നുള്ള കാംക്ഷ, ആകാംക്ഷ, ആഗ്രഹം നിലനിൽക്കില്ല. അതില്ലാത്ത മനസ്സോടുകൂടി ഏതെങ്കിലും ലീലാവിലാസങ്ങളെ മാത്രം എടുത്തും ധ്യാനിക്കാം. ഇങ്ങനെ ധ്യാനത്തിന്റെ വൈവിധ്യമാർന്ന വഴികൾ തുറന്നു കാണിക്കലാണ്.
ഏതൊക്കെ തരത്തിൽ വേണമെങ്കിൽ ധ്യാനിക്കാം. സ്വരൂപത്തെ ധ്യാനിക്കാം, ഭാവങ്ങളെ ധ്യാനിക്കാം, അവസ്ഥകളെ ധ്യാനിക്കാം എന്നിങ്ങനെ ധ്യാനത്തിന്റെ ഭേദപ്രഭേദങ്ങളെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞാണ്. സ്ഥിതം വ്രജന്തമാഫീനം ശയാനം വാഗുഭാഷയം പ്രേക്ഷണീയേ ഹിതം ധ്യായേത് ശുദ്ധഭാവേന ചേതസാം. സ്ഥിതം വ്രജന്തം ആഫീനം ശയാനം ഗുഹാശയം പ്രേക്ഷണീയേ ഹിതം ശുദ്ധഭാവേന ചേതസ ധ്യായേത്. സ്ഥിതം വ്രജന്തമാഫീനം ശയാനം വാ ഗുഹാശയം പ്രേക്ഷണീയേ ഹിതം ധ്യായേത് ശുദ്ധഭാവേന ചേതസാം. തസ്മിൻ ലബ്ധപദം ചിത്തം സർവാവയവ അവയവ സംസ്ഥിതം വിലക്ഷ്യൈകത്ര സംയുജ്യാത് അംഗേ ഭഗവതോ മുനിം. തസ്മിൻ ലബ്ധപദം ചിത്തം, ആ സ്വരൂപത്തിൽ ലബ്ധപദം സ്ഥാനം ലഭിച്ചിരിക്കുന്ന, ഇപ്പോൾ മേൽ വിവരിച്ച വിധത്തിൽ ഏതെങ്കിലും ഒന്നിൽ ധ്യാനിച്ച് ഉറപ്പിക്കുമ്പോൾ ആ ചിത്തത്തിന് ഒരു പദം കിട്ടും, ഒരു സ്ഥാനം കിട്ടും. എവിടേക്കാണോ ധ്യാനിച്ചുറപ്പിച്ചത് അത് കിട്ടും. ഒന്നുകിൽ ഇരിക്കുന്നവൻ, നടക്കുന്നവൻ, കിടക്കുന്നവൻ, ലീലകളാടുന്നവൻ, സംഭവകഥകൾ, അവസ്ഥകൾ ഏതിലാണോ അതിൽ മനസ്സിനൊരു സ്ഥാനം കിട്ടും. സർവ അവയവ സംസ്ഥിതം, സകല അവയവങ്ങളിലും ഉറച്ചിരിക്കുന്നതുമായ ചിത്തത്തെ വിലക്ഷ്യ അറിഞ്ഞിട്ട് ഏകത്ര സംയുജ്യ, ഒരിടത്തേക്ക് സംയോജിപ്പിക്കണം. ഇതാണ് ധ്യാനത്തിന്റെ അടുത്ത ഘട്ടം. ഇപ്പൊ നമ്മളെ ധ്യാനം സ്കാറ്റർ ചെയ്ത് പല പല വഴിയിലേക്ക് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആയിരക്കണക്കിന് ലീലാവിലാസങ്ങളെയും കഥകളെയും ഭാവങ്ങളെയും ഒക്കെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. ഓരോന്നിനും ചിത്തം ഉറപ്പിച്ചിട്ട് എല്ലാറ്റിനെയും കൂടി ഒന്നിലേക്ക് ബന്ധിപ്പിക്കണം, ഉറപ്പിക്കണം. ഒന്നാണ് വിലക്ഷ്യ. അതെല്ലാം അറിഞ്ഞിട്ട് ഏകത്ര സംയുജ്യാത് അംഗേ ഭഗവതോ മുനി, ഭഗവാന്റെ അംഗേ ശരീരത്തിൽ ഏകത്ര ഒരു ഭാഗത്ത് സംയുജ്യ നന്നായി യോജിപ്പിക്കണം. അപ്പം ആദ്യം പലതിലേക്ക് ഇങ്ങനെ മാറി മറിഞ്ഞ് മനസ്സിന്റെ ചിത്തവൃത്തികളുടെ വ്യാപാരം പോകും. അതിന് രണ്ടാമത്തെ ഘട്ടത്തിൽ ഒന്നിൽ ഉറപ്പിക്കണം, ഏതെങ്കിലും ഒന്നിൽ. അല്ലെ ഇതുവരെ കണ്ട എല്ലാം കൂടി ഒന്നിലേക്ക് വന്നു ചേരുന്നു എന്ന് സങ്കല്പിച്ച് ഉറപ്പിക്കണം. അതുകൊണ്ടാണ് സാധകൻ എല്ലാ അവയവങ്ങളിൽ നിന്ന് മനസ്സിനെ ആകർഷിച്ച് ഒരവയവത്തിൽ പ്രത്യേകം പൂർണ്ണമായും ഉറപ്പിക്കണം. ആ അവയവത്തെ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിനൊരു ചലനവും ഉണ്ടാവാതെ, മറ്റവയവത്തിലേക്ക് മാറിപ്പോവാതെ ധ്യേയമായ ഏക അവയവത്തിൽ മാത്രം ഉറച്ചുകൊള്ളണം. ഇതാണ് ധ്യാനത്തിന്റെ അടുത്ത ഘട്ടം. തസ്മിൻ ലബ്ധപദം ചിത്തം സർവാവയവ സംസ്ഥിതം വിലക്ഷ്യൈകത്ര സംയുജ്യാത് അംഗേ ഭഗവതോ മുനി. തസ്മിൻ ലബ്ധപദം സർവാവയവ സംസ്ഥിതം ചിത്തം വിലക്ഷ്യ മുനി ഭഗവതഃ ഏകത്ര സംയുജ്യാത്. ഭഗവതഃ അംഗേ ഏകത്ര സംയുജ്യാത്. തസ്മിൻ ലബ്ധപദം ചിത്തം സർവാവയവ സംസ്ഥിതം വിലക്ഷ്യൈകത്ര സംയുജ്യാദംഗേ ഭഗവതോ മുനി. സഞ്ചിന്തയത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാംകുശധ്വജഫരോരുഹലാഞ്ഛനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാളജ്യോത്സ്നാഭിരാഹത മഹത്ഹൃദയാന്ധകാരം. സഞ്ചിന്തയെ ചിന്തിക്കേണ്ടതാണ്. ഭഗവതഃ ചരണാരവിന്ദം, ഭഗവാന്റെ ചരണാരവിന്ദത്തെ ചിന്തിക്കേണ്ടതാണ്. എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ചരണാരവിന്ദം? വജ്ര അങ്കുശ ധ്വജ ഫരോരുഹ ലാഞ്ചന ആഢ്യം.
വജ്രം, അങ്കുശം, ധ്വജം, ഫരൂരുഹം. ഈ 4 ലാഞ്ചനകൾ, അടയാളങ്ങൾ. ഈ 4 അടയാളങ്ങളെ കൊണ്ട് ആഢ്യമാണ്, കൂടിയതാണ്. വജ്രായുധമുണ്ട്, അങ്കുശം തോട്ടിയാണ്, ധ്വജം കൊടിക്കൂറയാണ്, സരോജം താമരപ്പൂവാണ്. ഈ 4ന്റെയും അടയാളം ഭഗവാന്റെ കാൽപാദത്തിന്റെ അടിയിൽ രേഖപ്പെടുത്തി വരച്ചു വെച്ചിട്ടുണ്ട്. ഭഗവാൻ കാലെവിടെങ്കിലും ചവിട്ടിയാൽ മണ്ണിൽ ഈ പാട് 4 കാണാം. ഇത് കാണുമ്പം തിരിച്ചറിയാം ഇതുവഴി ഭഗവാൻ പോയിട്ടുണ്ട് എന്ന്. ഇത് ലാഞ്ചനയാണ്, അടയാളമാണ്. ഭഗവാന്റെ ചരണാരവിന്ദത്തിന്റെ വൈശിഷ്ട്യം വജ്രാങ്കുശ ധ്വജ ഫരോരുഹ ലാഞ്ചനാഢ്യമാണ്. ഉത്തുംഗ രക്തവിലസൻ നഖചക്രവാളജ്യോത്സ്നാഭിഹി ആഹത മഹത് ഹൃദയ അന്ധകാരം. ഉത്തുംഗമായ, അല്പം ഉയർന്നിരിക്കുന്ന, രക്തം ചുവപ്പ് നിറത്തിലുള്ള, വിലസൻ ശോഭിക്കുന്ന, നഖചക്രവാളം, നഖക്കൂട്ടം. ചക്രവാളം കൂട്ടം, നഖചക്രവാളം, നഖക്കൂട്ടം. കാൽവിരലിന്റെ നഖം, നഖത്തിന്റെ ഭാഗം ഉയർന്നിരിക്കുന്നത് ഉത്കൃഷ്ടമായ സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. ഈ ശാരീരിക ശാസ്ത്ര ലക്ഷണം പറയുമ്പോൾ, ഓരോ അവയവങ്ങളുടെയും അവയവസ്ഥിതി പറയുമ്പോൾ, കാൽവിരലുകൾ അറ്റഭാഗം താഴേക്ക് താണല്ല ഇരിക്കേണ്ടത്. ചില താഴേക്ക്, നഖത്തോടൊപ്പം താഴേക്ക് അല്പം ഒരു ബെൻഡ് ഉണ്ടാകും. ഇതല്ല, മുകളിലേക്ക് അല്പം നിവർന്നിരിക്കണം. ഭഗവാന്റെ പാദങ്ങൾ അങ്ങനെയാണ്. അത് ചുവന്ന് തുടുത്തിരിക്കുന്ന ഉത്തുംഗ രക്തവിലസൻ നഖചക്രവാള. അതിൻ്റെ ജ്യോത്സ്നാഭിഹി, അതിൻ്റെ പ്രകാശരശ്മി കൊണ്ട്, നിലാവ് പോലെയുള്ള തിളക്കം കൊണ്ട്. നഖങ്ങൾക്കൊരു തിളക്കമുണ്ട്. ഇനാമൽ എന്നൊക്കെ പല്ലിന് പറയുന്ന പോലെ നഖത്തിനുണ്ട് ഒരു ഇനാമൽ, ഒരു തിളക്കമുണ്ട്. ജ്യോത്സ്നാഭിഹി, അതിൻ്റെ ചന്ദ്രിക കൊണ്ട്. ആഹത മഹത് ഹൃദയാന്ധകാരം, ആഹതമായ, നശിപ്പിക്കപ്പെട്ട മഹത്തായ ഹൃദയാന്ധകാരത്തെ, ഉള്ളിലുള്ള അന്ധകാരത്തെ നശിപ്പിക്കുന്നത് ഈ ജ്യോത്സ്നയാണ്, പ്രകാശരശ്മിയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ കാൽപാദങ്ങളെ ധ്യാനത്തിൽ ഉറപ്പിച്ചു നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. വജ്രങ്കുശ മത്സ്യചിഹ്നമായ നഖാഗ്രങ്ങളുടെ മുകളിലേക്ക് കിളർന്ന് ചുവന്ന് തുടുത്തിരിക്കുന്ന നഖക്കൂട്ടങ്ങളുടെ രശ്മികൾ നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ മുഴുവനും നശിപ്പിച്ചു കളയും. അപ്പൊ ഈ ധ്യാനത്തിന്റെ ഫലം ഇതാണ്, ഉള്ളിലുള്ള അന്ധകാരത്തെ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. രേഖാരൂപത്തിൽ കാണപ്പെടുന്ന 4 തരം അടയാളങ്ങൾ ഒരു സാധകന്റെ ജന്മജന്മാന്തരമായ പാപക്കൂട്ടങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളയും. എങ്ങനെയാണ്? വജ്രാകൃതിയിലുള്ള ഭഗവാന്റെ പാദരേഖ ജന്മജന്മാന്തരമായി സഞ്ചരിച്ച് കട്ട പിടിച്ചിരിക്കുന്ന പാപത്തെ മുഴുവൻ അലിയിച്ചു കളയും. അതാണ് വജ്രത്തിന്റെ സ്വഭാവം. ഇനി രണ്ടാമത് അങ്കുശരേഖ. ആനയെ പിടിച്ചു നിർത്താനുള്ളതാണ് ഈ തോട്ടി. മനസ്സാകുന്ന മത്തഗജത്തെ അടക്കി നിർത്താൻ, തോട്ടി പോലെ പിടിച്ചു നിർത്താൻ ഇതിന് കഴിയും എന്നർത്ഥം. അതുകൊണ്ടാണ് രണ്ടാമത്തേത് അങ്ങനെ പറയാൻ കാരണം. ഒരു ക്ലാസ്സിനാണ് 10 മണി കഴിഞ്ഞ് വിളിക്കാം. രണ്ടാമത്തെ ആയുധത്തിന്റെ സ്വഭാവം അതാണ്. മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും. ആനയെ തോട്ടി കൊണ്ട് ആകർഷിച്ചു നിർത്തുന്ന പോലെ.
മൂന്നാമത്തേത് ധ്വജമാണ്. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം 3 വിധത്തിലുള്ള താപങ്ങളെ ഇല്ലാതാക്കാൻ കൊടിക്കൂറയുടെ രൂപത്തിലുള്ള മാതൃക. കൊടിക്കൂറയ്ക്ക് കൊടിയുടെ തണ്ട്, അതിന്റെ അഗ്രഭാഗത്ത് നീണ്ടിരിക്കുന്ന ആ കൊടി തൂക്കുന്ന ഭാഗം, പിന്നെ കൊടി, ഈ 3 ഇത് 3 ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്ന താപത്രയങ്ങളെ നശിപ്പിക്കാൻ ഈ കൊടി അടയാളത്തിലുള്ള പാദരേഖയെ ധ്യാനിക്കുന്നത് കൊണ്ട് സാധിക്കും എന്നാണ്. താമര പോലെയുള്ളത് ആനന്ദത്തെ ഉണ്ടാക്കാൻ കഴിയും. സകല ദുഃഖങ്ങളെയും നശിപ്പിച്ച് ആനന്ദത്തെ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദചിഹ്നങ്ങളെ ധ്യാനിക്കണം. ഉയർന്ന് രക്തവർണ്ണത്തിൽ ശോഭിക്കുന്ന നഖാവലിയിൽ നിന്നും പുറപ്പെടുന്ന ചന്ദ്രിക ഒരു യോഗിയുടെ ഹൃദയാന്ധകാരത്തെ മുഴുവൻ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. ഇങ്ങനെ പാദപത്മത്തിലുള്ള വിശേഷങ്ങളെ പ്രത്യേകം ധ്യാനിച്ച് ഭക്ഷണം കഴിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പാദപത്മത്തെക്കുറിച്ച് മാത്രം പറയാൻ കാരണം. സഞ്ചിന്തയത് ഭഗവതശ്ചരണ അരവിന്ദം വജ്രംകുശധ്വജഫരോരുഖലാഞ്ഛനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാള ജ്യോത്സ്നാഭിരാഹതമഹൃദയന്ധകാരം. വജ്രാങ്കുശധ്വജഫരോരുഖലാഞ്ഛനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാള ജ്യോത്സ്നാഭിഃ ആഹത മഹൃദയാന്ധകാരം ഭഗവതഃ ചരണാരവിന്ദം സഞ്ചിന്തയേത്. സഞ്ചിന്തയത് ഭഗവതശ്ചരണ അരവിന്ദം വജ്രാങ്കുശധ്വജഫരോരുഖലാഞ്ഛനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാള ജ്യോത്സ്നാഭിരാഹതമഹൃദയാന്ധകാരം. സഞ്ചിന്തയത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജഫരോരുഖലാഞ്ഛനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാള ജ്യോത്സ്നാഭിരാഹതമഹൃദയാന്ധകാരം. യച്ഛൗചനിഃസൃതഫരിൻ പ്രവരോദകേന തീർത്ഥേന മൂർധന്യധികൃതേന ശിവശിവോഭൂത് ധാതുർമനഃശമലശൈലനിസൃഷ്ടവജ്രം ധ്യായേച്ചിരം ഭഗവതശ്ചരണാരവിന്ദം. ആ ചരണാരവിന്ദത്തിന്റെ മഹത്വം തീർന്നില്ല. അടുത്ത ശ്ലോകത്തിൽ അത് വീണ്ടും പറയുകയാണ്. യത് ശൗച നിഫൃത, യാതൊരു ഭഗവാന്റെ പാദം കഴുകി ഒഴുകി വരുന്ന, ശൗചം കഴുകി വരുന്ന, നിഫൃതം ഒഴുകി വരുന്ന ഫരിത് പ്രവരോദകേന. ഫരിത്ത് ഗംഗ, ആ ഗംഗയുടെ പ്രവരമായ ശ്രേഷ്ഠമായ ഉദകേന, ഉദകം കൊണ്ട്. യത് ശൗച നിഫൃത ഫരിത് പ്രവര ഉദകേന, യാതൊരു ഭഗവാന്റെ കാല് കഴുകി ഒഴുകി വരുന്ന ഗംഗയുടെ ഉത്കൃഷ്ടമായ ജലം കൊണ്ട്, ആ ജലമാകുന്ന തീർത്ഥേന, തീർത്ഥം കൊണ്ട്, മൂർധനി ശിരഫിൽ, അധികൃതേന, ശിരഫിൽ ധരിക്കുന്നത് കൊണ്ട്, ശിവ ശിവോ, പരമശിവൻ ശിവനായി ഭവിക്കുന്നു. മഹാദേവൻ ശിവനാകുന്നു, മംഗളസ്വരൂപനാകുന്നു, കൃതാർത്ഥനാകുന്നു. പരമശിവന്റെ കൃതാർത്ഥതയ്ക്ക് കാരണം ഈ ഗംഗ ശിരഫിൽ ധരിച്ചിരിക്കുന്നതാണ്. ഈ ഗംഗ എവിടുന്ന് വന്നാണ്? വിഷ്ണുപദത്തിന് ഒഴുകി വന്നാണ്. വിഷ്ണുവിന്റെ പദത്തിൽ നിന്ന് ഒഴുകി, അതുകൊണ്ടാണ് ഗംഗയ്ക്ക് ശുദ്ധി കിട്ടാൻ കാരണം. അതുകൊണ്ടാണ് ആ ഗംഗയെ പരമശിവന് ശിരഫിൽ ധരിച്ചിരിക്കുന്നത്. നോക്കൂ എത്ര മഹത്വമുണ്ട്. ഈ പാദക്ഷാളന ഫരിത്തിന്റെ മാഹാത്മ്യം പറയുകയാണ്. ഫരിത് പ്രവരോദകേന തീർത്ഥേന മൂർധന്യ അധികൃതേന ശിവ ശിവോഭൂത്. ശിവൻ തന്നെ ശിവനായി അഭൂത് ഭവിച്ചു. ധാതുഹു മന ശമല ശൈല നിഫൃഷ്ടവജ്രം
ധ്യാതുഹു ധ്യാതാവിന്റെ, ധ്യാനിക്കുന്നവന്റെ, മന ശമല ശൈല നിസൃഷ്ടവജ്രം, മനസ്സിലുള്ള ശമലം കൽമഷം, മനസ്സിലുള്ള കൽമഷമാകുന്ന ശൈലത്തിൽ നിന്നും പ്രയോഗിക്കപ്പെട്ട നിസൃഷ്ടമായ വജ്രരേഖയോട് കൂടിയ ധ്യാനിക്കുന്നവന്റെ മനസ്സിലുള്ള കൽമഷങ്ങളെ ശൈലം പോലെ ശൈലത്തിലേക്ക് പ്രയോഗിക്കുന്ന വജ്രം എങ്ങനെ ശൈലത്തെ നശിപ്പിച്ചു വരുമോ അതേപോലെ ധ്യാനിക്കുന്നവന്റെ ഉള്ളിലുള്ള സകല കൽമഷങ്ങളെയും നശിപ്പിക്കാൻ പര്യാപ്തമാണ് ഈ വജ്രം. ധ്യായേച്ചിരം ഭഗവതശ്ചരണാരവിന്ദം, ഭഗവതഃ ചരണാരവിന്ദം ചിരം ധ്യായ, ഭഗവാന്റെ ചരണാരവിന്ദത്തെ സ്ഥിരമായും ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഗംഗാനദിയുടെ വൈശിഷ്ട്യം അവിടെ പറഞ്ഞു. അത് ഭഗവത് പാദത്തെ കഴുകി വരുന്നതാണ് എൻ്റെ ശുദ്ധി കാരണം. അത് തന്നെയാണ് പരമശിവന് ശിരസിൽ ധരിച്ചിട്ട് കൃതാർത്ഥനായത്. ധ്യാനിക്കുന്ന ഭക്തന്റെ ചാഞ്ചല്യമാകുന്ന മനസ്സിന്റെ ദോഷത്തെ മുഴുവൻ സംഹരിക്കാൻ വജ്രായുധത്തിന് കഴിയും. ഭഗവാന്റെ തുല്യമായ ചരണാരവിന്ദത്തെ തന്നെ ഒരു സാധകൻ എല്ലാ ദോഷശാന്തിക്കായിക്കൊണ്ട് ചിരകാലം ധ്യാനിക്കണം. അപ്പൊ ഒന്ന് ഗംഗാജലത്തിന്റെ മഹത്വം പറഞ്ഞു, രണ്ടാമത് വജ്രായുധത്തിന്റെ മഹത്വവും പറഞ്ഞു. ഇത് രണ്ടും കാലിൽ ഉള്ളതാണ്. ഗംഗ കാലിൽ കൂടിയാണ് ഒഴുകി വരുന്നത്. വജ്രായുധം കാലിലുള്ള ഒരടയാളമാണ്. ഇതിനെയും ധ്യാനിച്ച് ഉറപ്പിക്കണം. വെറും പാദം ധ്യാനിച്ചാൽ പോരാ എന്നർത്ഥം. ഇപ്പം വിശാലമാവുകയാണ് ധ്യാനത്തിന്റെ വഴികൾ. ധ്യാനിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയില്ല. കാരണം എന്താണ്? ആയിരക്കൂട്ടം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തന്നു കഴിഞ്ഞു. അതിൽ കൂടി ഇങ്ങനെ കടന്നു പൊക്കോളൂ. പ്രവരോധകേന തീർത്ഥേന മൂർധന്യതികൃതേന ശിവശിവോ ഭൂത് ധ്യാതുർമനഃശമശൈല നിസൃഷ്ടവജ്രം ധ്യായച്ചിരം ഭഗവതശ്ചരണാരവിന്ദം. യച്ഛൗച നിഫൃത ഫരിത് പ്രവരോധകേന മൂർധനി അധികൃതേന പ്രവരോധകേന തീർത്ഥേന മൂർധനി അധികൃതേന ശിവഃ ശിവോ അഭൂത് ധ്യാതുഃ മനഃശമല ശൈല നിസൃഷ്ടവജ്രം ഭഗവതഃ ചരണാരവിന്ദം ചിരം ധ്യായേത്. യച്ഛൗച നിഫൃത ഫരിത് പ്രവരോധകേന തീർത്ഥേന മൂർധന്യധികൃതേന ശിവശിവോ ഭൂത് ധ്യാതുർമനഃശമലശൈല നിസൃഷ്ടവജ്രം ധ്യായേച്ചിരം ഭഗവതശ്ചരണാരവിന്ദം. യച്ഛൗച നിഫൃത ഫരിത് പ്രവരോധകേന തീർത്ഥേന മൂർധന്യധികൃതേന ശിവശിവോ ഭൂത് ധ്യാതുർമനഃശമലശൈല നിസൃഷ്ടവജ്രം ധ്യായേച്ചിരം ഭഗവതശ്ചരണാരവിന്ദം. ജ്ഞാനദ്വയം ജലജലോചനയാ ജനന്യാ ലക്ഷ്മ്യാ അഖിലഫിരവന്ദിതയാ വിധാതു പൂർവോർനിധായ കരപല്ലവരോജിഷായത് സംലാളിതം ഹൃദി വിഭോരഭവശകരിക്കുര്യാത്. ഇനിയും പാദങ്ങൾ കഴിഞ്ഞു. മുകളിലേക്ക് കയറിയാൽ ജാനുദ്വയം, രണ്ടു മുട്ടുകൾ. ജാനുമുട്ട് ദ്വയം രണ്ട്. ജലജ ലോചനയാ, ജലജം താമര. ജലജലോചനം താമര പോലെ ഇരിക്കുന്ന കണ്ണുകളോട് കൂടിയ ജനന്യ ലക്ഷ്മിയ, അമ്മയായിരിക്കുന്ന ലക്ഷ്മിയാൽ അഖിലഫ്യ പുനവന്ദിതയാ വിധാതു, എല്ലാത്തിൻ്റെയും സ്രഷ്ടാവിൻ്റെ മാതാവായും അഖിലഫ്യ
ഫുരവന്ദിതയാ വിധാതു, ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവളും എല്ലാവരുടെയും ജനനിയായിരിക്കുന്നവളും വിധാതാവിൻ്റെയും ജനനിയായിരിക്കുന്നവളും താമര പോലെയുള്ള കണ്ണുള്ളവളുമായ ലക്ഷ്മിയാൽ പൂർവോഹോ നിധായ, ഊരുക്കളിലേക്ക് വെച്ചിട്ട് കരപല്ലവരോജിഷായത്, പല്ലവം പോലെയിരിക്കുന്ന കയ്യിൽ നിന്നുണ്ടാകുന്ന രോജിഷ കാന്തി കൊണ്ട് സംലാളിതം ആദരപൂർവം ലാളിക്കപ്പെടുന്നതുമായ ഹൃദി വിഭോഹു അഭവഫ്യകുര്യാത്, അഭവനായ ജന്മരഹിതനായ ഭവിക്കാത്തവനായ വിഭോഹു ഈശ്വരന്റെ ഭഗവാന്റെ ജാനുദ്വയത്തെ കണങ്കാലുകളെ ഹൃദി കുര്യാത്, മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. കാലടികൾക്ക് മീതെ മുട്ടുവരെയുള്ള ഭാഗത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുറപ്പിക്കണം. പാദം കഴിഞ്ഞാൽ പിന്നത്തെ ഒരു ജംഗ്ഷൻ മുട്ടാണ്. അതുവരെയുള്ള ഭാഗത്തെ എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ച ബ്രഹ്മാവിൻ്റെയും മാതൃസ്ഥാനത്ത് വഹിക്കുന്ന ദേവിയായ ലക്ഷ്മി, ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന ആ ലക്ഷ്മി ഭഗവതി തൻ്റെ തുടമേലെടുത്തു വെച്ച് പല്ലവം പോലെയുള്ള മൃദുവായ കരം കൊണ്ട് യാതൊരു ഭഗവാന്റെ കാലുകളെയാണോ തടവിക്കൊടുക്കുന്നത്, കാൽ മടിയിലെടുത്ത് വെച്ച് തടവുമ്പോൾ തുടയുടെ ഭാഗം മുതൽ താഴേക്കാണ് തൂക്കുന്നത്. ഈ ഊരുക്കളെ സ്പർശിക്കാൻ അവകാശം ലക്ഷ്മിക്ക് മാത്രമേ ഉള്ളൂ. മറ്റാരും കാണരുത് എന്ന് വിചാരിച്ച് അത് ഒരു വസ്ത്രം കൊണ്ട് മറച്ചു വെച്ചിരിക്കും. ലക്ഷ്മി ദേവിക്ക് മാത്രമേ അത് കാണാൻ അവകാശമുള്ളൂ. ലക്ഷ്മിയുടെ പല്ലവം പോലെയുള്ള കരം കൊണ്ട് സ്പർശിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഊരുക്കളെയും ഭഗവാന്റെ മുട്ടുകളെയും മനസ്സിൽ ധ്യാനിക്കേണ്ടതാണ്. അത് ഹൃദയത്തിൽ ഉറപ്പിക്കണം. ആ ജാനുദ്വയ ധ്യാനത്തിൽ മഹാലക്ഷ്മിയുടെ കരപല്ലവം ആ മുട്ടിൽ സ്പർശിച്ചിരിക്കും. മുട്ടുവരെ ഇങ്ങനെ തൂത്ത് തലോടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ധ്യാനം കൊണ്ട് ജനനമരണത്തിന് കാരണമായിരിക്കുന്ന പുണ്യപാപങ്ങൾ ഹൃദയത്തിൽ കട്ട പിടിച്ചിരിക്കുന്നതിനെ പൊട്ടിച്ചു കളയാൻ സാധിക്കും എന്നർത്ഥം. മുട്ടുകളെയും ഊരുക്കളെയും ധ്യാനിക്കുന്നതിൻ്റെ ലക്ഷ്യം ജന്മാന്തരങ്ങളായി കട്ട പിടിച്ചിരിക്കുന്ന പുണ്യപാപങ്ങൾ രണ്ടും അലിയിച്ച് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഇതിനു വേണ്ടി ധ്യാനിക്കണം. ഈ സങ്കല്പത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട് വേണം ധ്യാനത്തെ നിർവഹിക്കാൻ. വെറുതെ ധ്യാനിച്ചാൽ പോരാ. ധ്യാനിച്ചാൽ മനസ്സ് വിഷയത്തിലേക്ക് ഒതുങ്ങി നിൽക്കില്ല. ജാനുദ്വജം ജലജലോചനയാ ജനന്യാം ലക്ഷ്മ്യാഖിലഫ്യ ഫുരവന്ദിതയാ വിധാതു പൂർവോർനിധായ കരപല്ലവരോജിഷായ സംലാളിതം ഹൃദി വിഭോരഭവഫ്യ കുര്യാത്. അഖിലഫ്യ വിധാതുഹു ജനന്യാ ഫുരവന്ദിതയാ ജലജലോചനയാ ലക്ഷ്മ്യാ ഊർവോഹു നിധായ കരപല്ലവരോജിഷാ സംലാളിതം യത് അഭവഫ്യ വിഭോ ജാനുദ്വയം ഹൃദി കുര്യാത്. ജാനുദ്വജം ജനജലോചനയാ ജനന്യാം ലക്ഷ്മ്യാഖിലഫ്യ ഫുരവന്ദിതയാ വിധാതു പൂർവോർനിധായ കരപല്ലവരോജിഷായ സംലാളിതം ഹൃദി വിഭോരഭവഫ്യ കുര്യാത്. ജാനുദ്വയം ജലജലോചനയാ ജനന്യാ ലക്ഷ്മ്യാഖിലഫ്യ ഫുരവന്ദിതയാ വിധാതു പൂർവോർനിധായ കരപല്ലവരോജിഷായ സംലാളിതം ഹൃദി വിഭോരഭവഫ്യ കുര്യാത്. ഊരൂ സുപർണഭുജയോരധിശോഭമാനാവോരോ നിധി അദഫിയാ കുസുമാപഭാഫൗ വ്യാലം വ്യപീതവരവാഫവിവർത്തമാന കാഞ്ചീകലാപരിരംഭിനിതംബിംബം. ഊരുക്കൾ രണ്ടും തുഴകൾ രണ്ടും സുപർണ ഭുജയോഹോ അതിശോഭമാനവും
സുവർണഭുജയോ ഗരുഡന്റെ സ്കന്ധങ്ങളുടെ സുപർണൻ ഗരുഡൻ സുപർണഭുജയോ ഗരുഡന്റെ സ്കന്ധങ്ങളുടെ തോളുകളുടെ അതിശോഭമാനവും മുകളിൽ ശോഭിക്കുന്ന അതിമുകളിൽ അതിശോഭമാനവും ഭഗവാന്റെ തുടകൾ ഗരുഡന്റെ ഭുജങ്ങളിൽ തോളുകളിൽ എന്നും ശോഭിക്കുന്നതാണ്. ഗരുഡന്റെ പുറത്ത് കയറിയാൽ രണ്ട് ഊരുക്കളും തുടകളും ഗരുഡന്റെ കഴുത്തിലേക്ക് തൂക്കിയിട്ടുണ്ടായിരിക്കുക. എന്തൊരു ഭാഗ്യമാണ് ഗരുഡൻ. സുപർണഭുജയോ അതിശോഭമാനൗ ഉരു ഓരോ നിധി ഓജസിന്റെ നിധിയാണ്. തേജസ്സുണ്ട്, ഓജസ്സുണ്ട്. ഇന്ദ്രിയങ്ങളിലെയും മനസ്സിന്റെയും തിളക്കമാണ്. ഓജസിന്റെ ഇരിപ്പിടങ്ങളാണ്. അതഫിക കുസുമാവഭാസവും അതഫിക കുസുമം പോലെ ശോഭിക്കുന്നതാണ്. തുളസിപ്പൂവിന് അതഫി പുഷ്പം എന്ന് പേരുണ്ട്. അണ്ട് അതഫിക കുസുമം എന്നുള്ളതിന് തുളസിപ്പൂവ് എന്ന അർത്ഥം ചിലടത്ത് പറഞ്ഞു കാണുന്നുണ്ട്. എള്ളിന്റെ പൂവ് എന്നും ചിലടത്ത് അർത്ഥം പറയുന്നുണ്ട്. എന്തായാലും അതഫിക കുസുമ അവഭാസവും അതുപോലെ ശോഭിക്കുന്നതായ വ്യാലംബി പീതവരവാഫി വ്യാലംബി താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മഞ്ഞപ്പട്ടുകൾ പീത വര വാഫഫി വാഫഫ വസ്ത്രം പീതം മഞ്ഞ വരം ശ്രേഷ്ഠം വർത്തമാന സ്ഥിതി ചെയ്യുന്ന വർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഞ്ചി കലാപ കാഞ്ചി അരഞ്ഞാണം കലാപം കൂട്ടം കാഞ്ചി കലാപം അരഞ്ഞാൻ കൂട്ടങ്ങൾ കൊണ്ട് പരിരംഭി ആലിംഗനം ചെയ്യുന്ന നിതംബബിംബം അരക്കെട്ടിന്റെ പിൻഭാഗത്തെ നിതംബബിംബത്തെ ഹൃദയത്തിൽ ധ്യാനിക്കണം. ഭഗവാന്റെ ഊരുക്കളെയും തുടകളെയും അതേപോലെ ഭഗവാന്റെ പീതാംബരം കൊണ്ട് മറച്ചിരിക്കുന്ന അരക്കെട്ടുകളെയും ഹൃദയത്തിൽ ധ്യാനിച്ച് ഉറപ്പിക്കണം. ഊരുക്കളുടെ വൈശിഷ്ട്യം അതെപ്പോഴും ഗരുഡന്റെ പുറത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഓജസിന്റെ നിധിയാണ്. അതഫീ കുസുമം പോലെ ശോഭിക്കുന്നതാണ്, തിളക്കമേറിയതാണ്. അതിൻ്റെ തുടകളെ മറച്ചുകൊണ്ട് താഴേക്ക് നീണ്ടു കിടക്കുന്ന മഞ്ഞപ്പട്ട്, അതിൽ ചുറ്റിയിരിക്കുന്ന പലതരത്തിലുള്ള അരഞ്ഞാണങ്ങൾ, ആ അരഞ്ഞാണം കൊണ്ട് ആലിംഗനം ചെയ്യുന്ന നിതംബബിംബത്തെയും ധ്യാനിക്കണം. ഓരോ സുവർണഭുജയോ രതിശോഭമാനവും ഓരോ നിധി അതഫിയാ കുസുമാവഭാസവും വ്യാലംബിപീതവരവാസവി വർത്തമാന കാഞ്ചീകലാപ പരിരംഭി നിതംബബിംബം സുപർണഭുജയോ അതിശോഭമാനൗ ഓരോ നിധി അതഫികാ കുസുമാവഭാസൗ ഊരു വ്യാലംബി പീതവരവാസഫി വർത്തമാന കാഞ്ചീകലാപ പരിരംഭി നിതംബബിംബം ഹൃദി കുര്യാത്. മുമ്പത്തെ ശ്ലോകത്തിൽ നിന്ന് ആ വാക്കെടുത്തിട്ട് അന്വയിക്കണം. ഹൃദി കുര്യാത്, ഹൃദയത്തിൽ ചെയ്യുന്നതാണ്. ഓരോ സുപർണഭുജയോ രതിശോഭമാനവും ഓരോ നിധി അതഫിയാ കുസുമാവഭാസൗ വ്യാരംഭ്യപീതവരവാസി വർത്തമാന കാഞ്ചീകലാപ പരിരംഭി നിതംബബിംബം നാഭിഹൃദം ഭുവന കോശഗുഹോദരസ്ഥം യത്രാത്മയോനിധി ആത്മയോനിധിഷണാഖിലലോകപത്മം വ്യൂഢം
ഹരിന്മണി വൃഷസ്തനയോരമുഷ്യധ്യായദ്വയം വിശദഹാരമയൂഖഗൗരം. നാഭിഹൃദം, നാഭിയിലുള്ള ഒരു തടാകം, ഒരു പൊയ്യ, പുക്കിൾക്കുടിക്ക് താഴേക്കൊരു പൊയ്യയാണ്, ഒരു കിണർ പോലെ. ഭുവനകോശ ഗുഹോദരസ്ഥം, ഭുവനങ്ങളുടെ കോശത്തിൽ ആകുന്ന ഗുഹയുടെ ഉള്ളിൽ, ഗുഹ ഉദരസ്ഥം, ഉള്ളിലിരിക്കുന്ന ഭുവനകോശ ഗുഹോദരസ്ഥം നാഭിഹൃദം, ഭുവനമാകുന്ന ഈ കോശത്തിന്റെ ആകുന്ന ഗുഹയുടെ ഉള്ളിലിരിക്കുന്ന ഈ നാഭിഹൃദം എത്ര ആത്മയോനി ധിഷണാഖില ലോകപത്മം. ആത്മയോനി ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ വാസസ്ഥാനമാണ് ആത്മയോനിയുടെ ധിഷണാഖില ലോകപത്മം. ആത്മയോനിയായ ബ്രഹ്മാവിന്റെ വാസസ്ഥാനമായും സമസ്ത ലോകമയമായും ഇരിക്കുന്ന താമരപ്പൂവ് വ്യൂഢം ഉണ്ടായി വന്നു, ഉത്ഭവിച്ചു കൊടുത്തു. വ്യൂഢം എവിടെ നിന്നാണ്? ഭഗവാന്റെ ഈ പുക്കിൾക്കൊടിയിൽ നിന്നുമാണ് ഈ ബ്രഹ്മാവ് ഇരിക്കുന്ന താമര ഉയർന്നു വന്നത്. വ്യൂഢം ഹരിന്മണി വൃഷസ്തനയോരമുഷ്യാം. അമുഷ്യ ഇവന്റെ ഹരിന്മണി വൃഷസ്തനയോഹു. ഹരിന്മണി മരതകമണി, ഹരിത്ത് പച്ചാനത്ത്, ഹരിത്വമണി മരതകമണി, മരതകരത്നം. മരതകരത്നത്തിന്റെ ശ്രേഷ്ഠങ്ങൾ എന്ന പോലെ, വൃഷ ശ്രേഷ്ഠമായ, സ്തനയോഹു അമുഷ്യ, മരതകമണി ശ്രേഷ്ഠങ്ങൾ എന്ന പോലെ ഇരിക്കുന്ന സ്തനദ്വയത്തെ ഹരിന്മണി വൃഷ സ്തനയോഹു അമുഷ്യ പെന്റെ ഭഗവാൻ. ഛായദ്വയം രണ്ടും ധ്യാനിക്കണം. വിശദഹാരമയൂഖ ഗൗരം, വിശദമായ വിസ്തീർണമായ മാലകൾ ധരിച്ചതുകൊണ്ട് വിശദഹാര, ആ മാലയുടെ മയൂഖം രശ്മി, അതുകൊണ്ട് ഗൗരവർണമായ മഞ്ഞവർണ്ണത്തിൽ ഇരിക്കുന്ന ആ സ്തനദ്വയങ്ങളെയും ധ്യാനിക്കണം. ഭഗവാന്റെ നാഭിയിൽ നിന്നും താമര ഉയർന്നു വന്ന് അതിൽ നിന്നാണ് ബ്രഹ്മാവുണ്ടായത്. അതുകൊണ്ട് ആ ഹൃദം പോലെ, കുളം പോലെ ഇരിക്കുന്ന നാഭി തടത്തെ, ഭഗവാന്റെ അഗാധമായ നാഭി തടത്തെ ധ്യാനിക്കണം. അതിൽ നിന്നും വന്ന ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി സ്ഥാനവും സകല ലോകവും ഒരു താമര പുഷ്പത്തെയും ധ്യാനിക്കണം. അപ്പം ഭഗവാന്റെ നാഭിയെ ധ്യാനിക്കണം, എന്നും ഉണ്ടായി വന്ന താമരയെ ധ്യാനിക്കണം, താമരയുടെ പൂവിനെ ധ്യാനിക്കണം, അതിൻ്റെ അകത്തിരിക്കുന്ന ബ്രഹ്മാവിനെ ധ്യാനിക്കണം. നാഭിഹൃദം ഭുവനകോശഗുഹോദരസ്ഥം എത്ത ആത്മയോനി ധിഷണാഖില ലോകപത്മം. അവിടെ പദം പിരിക്കണം. ആത്മയോനി എത്ര ആത്മയോനി, ബ്രഹ്മാവ് തന്നെ ഉണ്ടായവൻ, ധിഷണ അഖില ലോകപത്മം, ആ അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ വാസസ്ഥാനമാണ് ധിഷണ വാസസ്ഥാനം. അതിൽ നിന്നും ഉണ്ടായി വന്ന ബ്രഹ്മാവിനെ ധ്യാനിക്കുക. അതേപോലെ ആ ഭഗവാന്റെ മരുതമണി പോലെ ശ്രേഷ്ഠമായിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളെയും ധ്യാനിക്കണം.
നാഭിഹൃദം ഭ്രുവനകോശഗുഹോദരസ്ഥം യത്രാത്മയോനി ക്ഷണാഖിലലോകപത്മം വ്യൂഢം ഹരിന്മണിവൃഷസ്തനയോരമുഷ്യ ധ്യായദ്വയം വിശദഹാരമയൂഖഗൗരം ഭുവനകോശഗുഹോദരസ്ഥം നാഭിഹൃദം ധ്യായേത്. എത്ര ആത്മയോനിധിഷണാഖിലലോകപത്മം വ്യൂഢം അമുഷ്യ വിശദഹാരമയൂഖഗൗരം ഹരിന്മണി വൃഷസ്തനയോഃ ദ്വയം ധ്യായേത്. നാഭിഹൃദം ഭുവനകോശഗുഹോദരസ്ഥം യത്താത്മയോനിധിഷണാഖിലലോകപത്മം വ്യൂഢം ഹരിന്മണിവൃഷസ്തനയോരമുഷ്യ ധ്യായദ്വയം വിശദഹാരമയൂഖഗൗരം. നാഭിഹൃദം ഭുവനകോശഗുഹോദരസ്ഥം യത്താത്മയോനിധിഷണാഖിലലോകപത്മം വ്യൂഢം ഹരിന്മണിവൃഷസ്തനയോരമുഷ്യ ധ്യായദ്വയം വിശദഹാരമയൂഖഗൗരം. വക്ഷോധിവാസം ഷഭസ്യ മഹാവിഭൂതേ പുംസാം മനോനയന നിർവൃതിമാദധാനം കണ്ഠം ജഗൗസ്തുഭമണേ അധിഭൂഷണാർത്ഥം ഗുജ്യന്മനസ്യഖിലലോകതമസ്കൃതസ്യ. വക്ഷോധിവാസം ഷഭസ്യ, വക്ഷസിൽ അധിവസിക്കുന്ന ഋഷഭൻ, ശ്രേഷ്ഠൻ, ഉത്കൃഷ്ടൻ, ഭഗവാൻ എന്നർത്ഥം. ഇവിടെ ഭഗവാന്റെ മാറിടത്തിൽ അധിവസിക്കുന്ന മഹാവിഭൂതി, ഒരു വലിയ വിഭൂതിയുടെ മഹാവിഭൂതി, ഭഗവാന്റെ മാറിടത്തിൽ ഐശ്വര്യം, വിഭൂതി ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ട് വസിക്കുന്ന ആരാണ്? ലക്ഷ്മി ദേവി. പുംസാം മനോനയന നിർവൃത്തി ആദധാരം, മനുഷ്യർക്ക് മനസ്സാകുന്ന കണ്ണിനെ നിർവൃത്തി ചെയ്യുന്നതാണ്. മനോനയന നിർവൃത്തി ആദധാരം, മനസ്സാകുന്ന കണ്ണിന് നിർവൃത്തി ഉണ്ടാക്കുന്ന, ആനന്ദിപ്പിക്കുന്ന കണ്ഠഞ്ച കഴുത്തിനെയും കൗസ്തുഭമണേഹി അധിഭൂഷണാർത്ഥം, കൗസ്തുഭരത്നത്തിന്റെ ഭൂഷണത്തിന് വേണ്ടിയുള്ള കഴുത്ത്, അതിനെ പുരിയാൻ ധ്യാനത്തിൽ ചെയ്യണം. മനഫി, മനസ്സിൽ അഖില ലോക നമസ്കൃതസ്യ, എല്ലാ ലോകങ്ങളും നമസ്കരിക്കുന്ന, അഖില ലോക നമസ്കൃതസ്യ മനഫി പുര്യ, സമസ്ത ലോകങ്ങളാൽ നമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ കണ്ഠത്തെ മനസ്സിൽ ഉറപ്പിക്കണം. ലക്ഷ്മി ഭഗവതിയുടെ വാസസ്ഥാനമാണ് ഭഗവാന്റെ മാറിടം. അവളെ ധ്യാനിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിനും കണ്ണുകൾക്കും ആനന്ദമുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഭഗവാന്റെ മാറിടത്തെ ധ്യാനിക്കണം. കൗസ്തുഭം എന്ന രത്നത്തിന്റെ ശോഭ കണ്ഠത്തിലാണ്. അതിനെ അധികരിക്കുന്ന സൗന്ദര്യ ആവാസമായ സകല ലോകവന്ദ്യനായ ഭഗവാന്റെ കണ്ഠത്തെ മനസ്സിൽ നന്നായി ഉറപ്പിക്കണം. ഓരോരോ അവയവത്തെ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുക. വക്ഷോധിവാസം ഷഭസ്യ മഹാവിഭൂതേ, 10 മിനിറ്റ് അങ്ങോട്ട് വിളിക്കാം. വക്ഷോധിവാസം ഷഭസ്യ മഹാവിഭൂതേ പുംസാം മനോനയന നിർവൃതിമാദധാനം കണ്ഠഞ്ച കൗസ്തുഭമണേരധിഭൂഷണാർത്ഥം കുര്യാൻ മനസ്യഖിലലോക നമസ്കൃതസ്യാം. മഹാവിഭൂതേഃ അധിവാസം പുംസാം മനോനയന നിർവൃതിം ആദധാനം ഋഷഭസ്യ വക്ഷഃ കൗസ്തുഭമണേഃ അധിഭൂഷണാർത്ഥം അഖിലലോക നമസ്കൃതസ്യ കണ്ഠം ച മനസി കുര്യാത്. വക്ഷോധിവാസം ഋഷഭസ്യ മഹാവിഭൂതേഃ പുംസം മനോനയന നിർവൃതിമാദധാനം
കണ്ഠം ജഗൗസ്തുഭമണേരധിഭൂഷണാർത്ഥം ഗുര്യന്മനസ്യഖില ലോകനമസ്കൃതസ്യാം മഹാവിഭൂതേഃ അധിവാസം പുംസാം മനോനയന നിർവൃതിം ആദധാനം വൃഷഭസ്യ വക്ഷഃ കൗസ്തുഭമണേഃ അധിഭൂഷണാർത്ഥം അഖിലലോക നമസ്കൃതസ്യ കണ്ഠം ച മനസി കുര്യാത്. വക്ഷോധിവാസം ഋഷഭസ്യ മഹാവിഭൂതേഃ പുംസാം മനോനയന നിർവൃതിമാദധാനം കണ്ഠം ച കൗസ്തുഭമണേരധിഭൂഷണാർത്ഥം ഗുര്യന്മനസ്യഖിലലോക നമസ്കൃതസ്യാം ബാഹുംശ്ചമന്തരഗിരേ പരിവർത്തനേന ബാഹുവലയാനധിലോകപാലാൻ സഞ്ചിന്തയത് ദശശതാരമഫഹ്യതേജ ശംഖം ച തത് കരസരോരുഖരാജഹംസം. ഇനിയും മാരടം വരെയായി, കണ്ഠമായി മാരടമായി. അവിടെ വന്നപ്പോഴാണ് 2 കൈകൾ, 4 കൈ. ബാഹുംശ്ച ബാഹുക്കൾ മന്ദരഗിരേഃ പരിവർത്തനേന മന്ദരപർവ്വതത്തിന്റെ പരിഭ്രമണം കൊണ്ട് നിർണിക്ത ബാഹുവലയാൻ അധിലോകപാലാൻ നിർണിക്തമായ ഉജ്ജ്വലമാക്കി തീർത്ത ബാഹുവലയാൻ കൈവളകൾ, കയ്യിൽ ധരിച്ചിരിക്കുന്ന വള, അതാണ് ബാഹുവലയം. അതിനെ അധിലോകപാലാൻ ആ അംഗതത്തോടു കൂടിയ കൈകളെയും മന്ദരഗിരേഃ പരിവർത്തനേന നിർണിക്ത ബാഹുവലയാൻ ബാഹുംശ്ച മനസ്സു കുര്യാൻ. ഈ ലോകപാലാൻ സഞ്ചിന്തയേത് ദശശതാരം അഫഹ്യതേജ. ലോകപാലന്മാരെ ചിന്തിച്ചുകൊണ്ട് ദശശതാരം ആയിരക്കണക്കിന് ആരക്കാലുകളുള്ള അഫഹ്യമായ തേജസ്സുള്ള ശംഖം ച ശംഖിനെയും തത് കരഫരോരുഖരാജഹംസം, ഭഗവാന്റെ കരമാകുന്ന ഫരോരുഹം താമര, ഭഗവാന്റെ കരമാകുന്ന ആ താമരയ്ക്ക് ആശ്രയിച്ചിരിക്കുന്ന രാജഹംസത്തിന് തുല്യമായ തത് കര ഫരോരുഹ രാജഹംസം ശംഖം ച. ഭഗവാന്റെ കരത്തില്, താമര പോലെയുള്ള കരത്തിൽ രാജഹംസത്തെ പോലെ വെട്ടിത്തിളങ്ങുന്ന ശംഖം. അപ്പം പണ്ട് അമൃതമഥത്തിന് അധനത്തിന് പോയപ്പോൾ ലോകപാലന്മാരായ ഇന്ദ്രാദി ദേവന്മാരെ അനുഗ്രഹിക്കാനായിട്ട് പാൽക്കടലിന് മഥനം ചെയ്യുന്ന സമയത്ത് കടകോലിന്റെ സ്ഥാനത്തിരുന്ന മന്ദരപർവ്വതം അതിൻ്റെ കറക്കം കൊണ്ട് ഉണ്ടായ സ്പർശം കൊണ്ട് ഏറ്റവും ശോഭിക്കുന്ന തോളോട് കൂടിയ ഭഗവാന്റെ കൈകളെയും ഭക്തന്മാരെ സർവപാപത്തിൽ നിന്നും രക്ഷിക്കാൻ പര്യാപ്തമാണ്. ഈ കൈയുടെ ഒരു വൈശിഷ്ട്യം പറഞ്ഞതാണ്. ഒറ്റയ്ക്ക് നിന്ന് മന്ദരപർവ്വതത്തെ കടക്കോലാക്കിക്കൊണ്ട്, വാസുകിയെ കടിഞ്ഞാണാക്കിക്കൊണ്ട് മറ്റെല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് തന്നെത്താൻ ഭഗവാൻ കടഞ്ഞു കുറെ സമയം ആ പാൽക്കടൽ. ബാഹുമിഷ്ടം അന്തരഗിരി പരിവർത്തനേന നിർണിക്തബാഹു വലയാൻ അധിലോകപാലൻ സഞ്ചിന്തയേത്. ലോകപാലന്മാരെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ കൈകളെ ആണ് ആദ്യം ധ്യാനിക്കേണ്ടത്. രണ്ടാമത്
അഫഹ്യമായ തേജസ്സോടുകൂടിയ സുദർശനം എന്ന ചക്രത്തെ, പിന്നെ കയ്യിലിരിക്കുന്ന ശംഖിനെ, രാജഹംസ പക്ഷികളെ പോലെ ശോഭിക്കുന്ന ശംഖിനെയും, ഭഞ്ജിന്തേ ദശശതാരം അഫഹ്യതേജ, 100 ഗുണം 100 1000, അല്ല 10 ഗുണം 100 1000, 1000 ആരക്കാലുകളോട് കൂടിയ ഈ ചക്രത്തെ, അസഖ്യമായ തേജസ്സുള്ള ചക്രത്തെ ചിന്തിക്കണം. ശംഖിനെയും ചിന്തിക്കണം. അത് രാജഹംസത്തെ പോലെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശംഖാണ്. തൻ്റെ ഇടതു കൈയിൽ ശംഖ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് വന്ന് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ശംഖ് തന്നെ ഊതി ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ഭഗവാൻ തന്റെ കണ്ണ് ഇടത്തോട്ടൊന്ന് വളച്ചു നോക്കും. ആരാണ് ഈ ശംഖ് ശബ്ദം ഉണ്ടാക്കിയത്? നോക്കും, മനസ്സിലാകും ആരാണെന്ന്. കാറ്റാണെന്ന്. ആരും ഊതല്ല, ഊതാൻ വേണ്ടിയല്ല കൈ പിടിച്ചത്, പക്ഷെ തന്നെത്താൻ കാറ്റ് വന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കും. അങ്ങനെയുള്ള ശംഖിനെ ധ്യാനിക്കണം, ചക്രത്തെ ധ്യാനിക്കണം, കൈകളെ ധ്യാനിക്കണം. ബാഹുംഷ്ടമന്തരഗിരേ പരിവർത്തനേന നിർണിക്ത ബാഹു വലയാൻ അതിലോകപാലാൻ സഞ്ചിന്തയത് ദശശതാരമഫഹ്യതേജശംഖം ജനത് കരഫലോരുഹരാജഹംസം. അതിലോകപാലാൻ മന്ദരഗിരേഹ പരിവർത്തനേന നിർണിക്തബാഹുവലയാൻ ബാഹൂഞ്ച അഫഹ്യതേജഃ ദശശതാരം തത് കരഫലോരുഹരാജഹംസം ശംഖം ച സഞ്ചിന്തയത്. ബാഹൂംശ്ചമന്തരഗിരേ പരിവർത്തനേന നിർണിക്തബാഹുവലയാനധിലോകപാലൻ സഞ്ചിന്തേത് ദശശതാരമഫഹ്യതേജശംഖം ജതത് കരഫലോരുഹരാജഹംസം. ബാഹൂംശ്ചമന്തരഗിരേ പരിവർത്തനേന നിർണിക്തബാഹുവലയാനധിലോകപാലൻ സഞ്ചിന്തേത് ദശശതാരമഫഹ്യതേജശംഖം ജതത് കരഫലോരുഹരാജഹംസം. അത് ഈ മുകളിലേക്ക് താഴെ മുതൽ വർണ്ണിച്ചു പോയതേ ഉള്ളൂ, ഇവിടം വരെ ആയുള്ളൂ. ഇനി അങ്ങ് മുകളിൽ ആദ്യം കേശാദിപാദവും പാദാദികേശവും വർണ്ണിച്ചു പോവാണ്. ഇത് വർണ്ണയുടെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ്. നമ്മുടെ സമയമായതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടില്ല. ഈ അധ്യായം മുഴുവൻ ഇതാണ്. നമുക്ക് ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ക്ലാസ് ഉപസംഹരിച്ചതിന് ശേഷം സംശയമുള്ളവർ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.